Hi, Namaste. Welcome back to my channel Vinchena. ഓപ്ഷൻസിൽ സക്സസ്ഫുൾ ആയിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യാം. അപ്പോൾ സൈഡ് വേസ് മാർക്കറ്റ് ആണെങ്കിലും റേഞ്ച് ആണെങ്കിലും അതേപോലെ ട്രെൻഡിങ് മാർക്കറ്റ് ആണെങ്കിലും പ്രോപ്പർ ബ്രേക്ക് ഔട്ട് കറക്റ്റ് ആയിട്ടുള്ള റിവേഴ്സൽ പോയിന്റ്. ഇപ്പോൾ ഒരു സെല്ല് വന്നാൽ തന്നെ നമുക്കതൊരു ഫേക്ക് ആയിട്ടുള്ള നമുക്ക് ഡൗൺ ആണ്, നമുക്ക് തിരിച്ചു കയറാൻ സാധ്യത നമുക്ക് മനസ്സിലാക്കുന്നത് എങ്ങനെ. ഇപ്പോൾ ഇന്നത്തെ നിഫ്റ്റി ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21 മെയ് ആണ്. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് മോർണിംഗിൽ ബാങ്ക് നിഫ്റ്റി താഴ്ത്തിറങ്ങിയിരുന്നു. ചെറിയൊരു പോയിന്റ് നമുക്കൊരു 70-80 പോയിന്റ്സോളം ഡൗൺ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നിഫ്റ്റി അവിടെ ഒരു കൺസോളേഷൻ ആയിട്ട് നമുക്കൊരു സെല്ല് കൺഫേം തന്നില്ല. അപ്പോൾ സെല്ല് കൺസോളേഷൻ ആയിട്ട് നിൽക്കുകയാണ്. സോഫ്റ്റ്വെയർ അത് കറക്റ്റ് ഇൻഡിഫിക്കേഷൻ നമുക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു കൺഫർമേഷൻ നമുക്കില്ല, അവിടെ ട്രേഡ് എടുക്കരുത്. ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് വേർഷൻ ബാർ ചാർട്ടിലൂടെ നമുക്ക് കറക്റ്റ് ഇൻഡിക്കേറ്റും ചെയ്തു വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്ന ബൈയും നമുക്ക് മാർക്കറ്റിൽ കയറി. ഓപ്ഷൻസിൽ 20-400 കോൾ ഓപ്ഷൻ നമ്മൾ ആക്ച്വലി 181 നിന്ന് പിക്ക് ചെയ്ത് നേരെ മാർക്കറ്റ് 248 വരെ പോയിട്ട് അപ്പം നല്ലൊരു എൻട്രി നമുക്ക് കിട്ടിയിട്ടുണ്ട്. 280-230 ആണ് മൂന്നാമത്തെ ടാർഗറ്റ് തന്നിരുന്നത്. അപ്പോൾ അതും കഴിഞ്ഞിട്ട് മാർക്കറ്റ് കയറിയിട്ട് നല്ലൊരു ട്രേഡായിരുന്നു അത്. അപ്പം അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഇപ്പോൾ കുറച്ച് ഡൗണിലേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നിഫ്റ്റി അവിടെ ഒരു ഡൗൺ ട്രെൻഡ് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പക്ഷേ ഡൗൺ ട്രെൻഡ് കൺഫേംഡ് അല്ല. കാരണം കൺഫർമേഷൻ വന്നാൽ അവിടെ ഒരു സൈഡ് വേസ് ക്യാൻഡിലാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. അപ്പോൾ അത് കാരണം അവിടെ ഒരു കൺഫേം ട്രേഡ് ഇല്ല. അപ്പോൾ അത് എടുക്കരുതെന്നാണ് സോഫ്റ്റ്വെയർ പറയുന്നത്. അപ്പോൾ സിമ്പിളാണ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് ലൈവിൽ നിങ്ങൾ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്ന ലൈവിൽ കാണാൻ താല്പര്യമുണ്ട് കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. 1 ഡേ ലൈവ് ട്രേഡ് നിങ്ങൾക്ക് ഫുൾ ലൈവ് ഡേ ട്രേഡ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ നിഫ്റ്റിയുടെ ഇന്നത്തെ ട്രേഡിൽ നിന്ന് 3 സിഗ്നൽ വന്നിട്ടുണ്ട്. ഒരു സെല്ല് ലാസ്റ്റ് വന്ന സെല്ലാണ് 2:14 വന്നാണ്. അതിന് രാവിലെയും ഒരു സെല്ല് വന്നിട്ടുണ്ട്, അത് ഇടയ്ക്ക് ഒരു ബൈയും വന്നിട്ടുണ്ട്. ഗ്രീൻ കളറാണ് ബൈ ട്രേഡ്. അപ്പോൾ ഈ ലേറ്റസ്റ്റ് സെല്ല് വന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഈ മേളിൽ കൊടുത്തിരിക്കുന്ന ടൈമിംഗ്, എൻട്രി പോയിന്റ്, ടാർഗറ്റ്സും ഒക്കെ. ഇത് കൺഫേംഡ് ആണ്. നമുക്ക് കൺഫേംഡ് ആണെന്ന് നോക്കുകയാണെന്നത് നമുക്ക് 3 കൺഫർമേഷൻ ലെവൽസ് ചെക്ക് ചെയ്താൽ മതി. ക്യാൻഡിൽ കളർ, താഴത്തെ കൺഫർമേഷൻ ബാർ, പ്രൈസ് ഇൻ സെൽസ് ഉണ്ട്. ഇത് 3 ഓക്കെ ആണോ എന്ന് ഏത് പോർഷനിലാണ് വരുന്നത് അതിൻ്റെ അടുത്ത ക്യാൻഡിലാണ് ട്രേഡ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ട്രേഡ് വന്നിട്ടില്ല, താഴെ കൺഫേംഡ് ആയി. ഇപ്പോൾ സപ്പോർട്ടിൻ്റെ താഴ്ത്തിറങ്ങാൻ തുടങ്ങുമായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ എടുക്കുന്ന സമയത്ത് അവിടെ ഒരു ഹോളോ ക്യാൻഡിൽസ് ആണ് കാണിച്ചത്. അപ്പോൾ ഇവിടെ ഒരു ട്രേഡ് നമുക്ക് വരത്തില്ല. അപ്പോൾ പ്രോപ്പർ സപ്പോർട്ട് ബ്രേക്കിന് ശേഷം മാത്രം എടുത്തേച്ചാൽ മതി. അപ്പോൾ ഇനി ഈ സെൽ ആക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു നെക്സ്റ്റ് റെഡ് ക്യാൻഡിൽ വന്ന് സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ താഴത്തേക്ക് മാർക്കറ്റ്. അപ്പോൾ ആ പോയിന്റ് നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് നമുക്ക് അവിടെ എൻട്രി എടുക്കുമ്പോൾ അതിൻ്റെ ടാർഗറ്റ് ഫസ്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് അതിൻ്റെ സ്റ്റോപ്പ് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴത്തെ റേറ്റിനനുസരിച്ചുള്ള SL ആണ് താഴെ തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് വരുമ്പോൾ പുട്ട് ഓപ്ഷൻ ഇപ്പോൾ 22,550 ആണെന്ന് നടക്കുന്നതെങ്കിൽ 22,600 അല്ലെങ്കിൽ 700 പുട്ട് എടുക്കാം. അതിവിടെ വ്യൂവിൽ നിന്ന് നമുക്ക് സിമ്പിൾസിൽ ആഡ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നിഫ്റ്റി, ഫിൻനിഫ്റ്റി അത് ഏത് പുട്ടാണോ, ഇപ്പോൾ വീക്ക്ലി ആണെങ്കിലും മന്ത്ലി ആണെങ്കിലും അവിടെ ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിന് മുമ്പ് വന്ന ഇന്നത്തെ ബൈ ട്രേഡാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ബൈ ട്രേഡിൽ മോർണിംഗിൽ ഒരു സെല്ല് കൺഫേംഡ് അല്ല. അത് കഴിഞ്ഞ് വന്ന ബൈ ട്രേഡ് സിഗ്നൽ ക്യാൻഡിൽ കളറും താഴത്തെ കൺഫർമേഷൻ ബാറും പ്രൈസ് ആൻഡ് ബൈസ് ഒന്നും ഓക്കെ ആയിരുന്നു. അപ്പോൾ അത് കൺഫേം ആയി റെസിസ്റ്റ് ചെയ്യുന്ന ലെവലിലൂടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ അവിടുന്ന് 22,505 നിന്ന് ബ്രേക്ക് ഔട്ട് പോയതാണ്. അപ്പോൾ അതാണ് 400 കോൾ ഓപ്ഷൻ എടുത്തത്. അത് നമുക്ക് 181 നിന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അത് മിസ്സായ നെക്സ്റ്റ് എൻട്രി ലെവൽ ഇവിടുന്ന് പുൾ ബാക്ക് കഴിഞ്ഞിട്ട് പിന്നെ പോയപ്പോൾ 206 പിന്നെ കിട്ടി. അതും നല്ല ഹൈക്കായിരുന്നു. അപ്പോൾ ആ ലാസ്റ്റത്തെ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഹ്യൂജ് റിട്ടേൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സിമ്പിളാണ് യൂസ് ചെയ്യാനായിട്ട്. സിഗ്നലിൽ വരുമ്പോൾ നമുക്ക് കൺഫർമേഷൻ ചെക്ക് ചെയ്യാം. കൺഫർമേഷൻ ചെക്ക് ചെയ്തതിന് മാത്രം നമുക്ക് എടുക്കുക. ഇപ്പോൾ നിഫ്റ്റി ഇവിടെ സെല്ല് കൺഫേംഡ് അല്ലെങ്കിൽ അവിടെ നമുക്ക് പുട്ട് ഓപ്ഷൻ എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ സെല്ല് കൺഫേംഡ് ആണെങ്കിൽ മാത്രം നമുക്ക് പുട്ട് എടുത്ത് വെച്ചാൽ മതി. പ്രീമിയം ചാർട്ടിൽ നോക്കി നമ്മൾ ഒരിക്കലും കൺഫർമേഷൻ ചെക്ക് ചെയ്യരുത്. നമ്മൾ മെയിൻ ചാർട്ടിൽ കൺഫേംഡ് ആണെങ്കിൽ മാത്രം ഇതിലേക്ക് നോക്കുക. കാരണം പ്രീമിയം ചാർട്ടിൽ പെട്ടെന്ന് നമുക്കൊരു ട്രേഡ്, അതായത് മാർക്കറ്റ് ഇപ്പം നിഫ്റ്റിക്ക് ഒരു ഡൗൺ ട്രെൻഡ് പോകുന്നതിന് മുമ്പേ നമുക്ക് കറക്റ്റ് ഇൻഡിഫിക്കേഷൻ, അതായത് പെട്ടെന്ന് നമുക്ക് ഈ മാർക്കറ്റിൽ പ്രീമിയം ചാർട്ടിൽ കൺഫർമേഷൻ വരും. പക്ഷേ അത് നിഫ്റ്റിയിൽ കൺഫേംഡ് അല്ലേ അവിടെ നിന്ന് റിവേഴ്സ്. അപ്പോൾ റിവേഴ്സ് പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മെയിൻ ചാർട്ടിൽ നോക്കിയിട്ടേ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ സിമ്പിളാണ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ലൈവിൽ നിങ്ങൾക്ക് ലൈവ് ഡെമോൺസ്ട്രേഷൻ ആയിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന എങ്ങനെ, അപ്പോൾ ഇങ്ങനെ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.